അതിന്റെ തലക്കെട്ട് തന്നെ അറിയണം. അയ്യോ, ഈ നായ്ക്ക് വട്ടായിന്ന തോന്നുന്നത്. ഇതെന്ത് കളിയാ നായ് കളിക്കുന്നത്? എന്റെ പഴംപൊരി മുഴുവനും തിന്നാൻ ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്ന. ഇതെന്ത് ഡാൻസാ? അപ്പോൾ ഈ പഴംപൊരിക്ക് വേണ്ടിയിട്ടായിരുന്നോ ഈ നായ് ഇത്രയും സമയം എന്റെ പിന്നാലെ ഓടിയത്? എന്നെ പോലെ തന്നെ ഈ നായ്ക്കും പഴംപൊരി ഇഷ്ടമായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ നായ്ക്ക് മുഴുവട്ട് തന്നെയാ. ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപകട. വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടാം. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാകുമോ? വിഷമിക്കാതെ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ആ നായയെയും കുട്ടികളെയും തോമസിനെയും ഒന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? അവർ ഇപ്പോൾ വരും സർ, വിഷമിക്കാതെ. സർ, ഈ തോമസ് അല്ലേ അത് ഓടി വരുന്നത്? സർ, എന്താ പറ്റി? എന്താ തോമസ്, പറയൂ. സർ, അത് ആ നായയെ എത്ര ശ്രമിച്ചിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അത് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഓടുകയാണ് ചെയ്തത്. അയ്യോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യാ? വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ശ്രമിച്ചു നോക്കാം. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഞാനും വരാനോ? ആ, സാറും വാ. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് അതിനെ പിടിക്കുവാൻ പറ്റുന്നില്ല. അത് വേണ്ട, ഞാനില്ല. താൻ തന്നെ പോയിട്ട് പിടിച്ചോ. എന്താ സാർ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ സ്കൂളിലത്തെ കുട്ടികളല്ലേ അത്? ആരെന്ത് പറഞ്ഞിട്ടെന്താ? എനിക്ക് പേടിയാ. സാർ എന്തെങ്കിലും ആലോചിക്കുന്നത്? അതൊന്നുമില്ല. എന്നാ വാ, നമുക്ക് അതിനെ പോയി പിടിക്കാം. എന്താ നിങ്ങൾ കുറെ സമയമായല്ലോ ഓരോന്ന് ചർച്ച ചെയ്യുന്നത്? ഓ, കുമാരൻ സാറോ? സർ, ഇതാ കുമാരൻ സാർ വന്നിക്ക്. എന്നാൽ കുമാരൻ സാറേയും കൂട്ടി പോട്. എവിടെയാ പോണ്ടത്? ഞാനും കൂടെ വരാം. എന്നാൽ ആ പേരും പറഞ്ഞിട്ട് ഇവിടെ നിന്നും പുറത്തു പോകാം. കുട്ടികളെ പാട്ട് പഠിപ്പിച്ച് മടുത്ത്. എനിക്ക് കുറച്ച് പുറത്തൊക്കെ പോയിട്ട് വരാം. വരൂ തോമസ്, നമുക്ക് പോകാം. എന്നാൽ വേഗം വാ. അല്ല, എവിടത്തേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഗ്രൗണ്ടിലേക്ക് തന്നെ. വേഗം വാ. ഗ്രൗണ്ടിലേക്കാ? ആ, ഗ്രൗണ്ടിലേക്ക് തന്നെ. അവിടെയല്ലേ ഉള്ളത്. എന്ത്? നായ് തന്നെ. എന്ത്? നായ് തന്നെ? കുമാരൻ സാർ, ആ നായിയെ പിടിക്കുവാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോകുവാനാണ് നിങ്ങളോട് പറഞ്ഞത്. എന്ത് നായിയാ? ഏത് നായി? അപ്പോൾ താൻ ഇതൊന്നും അറിഞ്ഞില്ലേ? സ്കൂളിൽ ഒരു നായ് കയറിയിട്ടുണ്ട്. ഈ നായിയാ? അതെപ്പോ കയറിയേ? എപ്പാ കയറിയ, എങ്ങനെയാ കയറിയ, എങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ല. താൻ പോയിട്ട് അതിനൊന്ന് പിടിക്കാൻ സഹായിക്കേ. എന്താ? ഞാനില്ല. അതെന്താ? അതെനിക്ക് ഇപ്പോഴാ ഓർമ്മയായത്. ഞാൻ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. അതിന് പാട്ടൊന്നും ഇപ്പോൾ പഠിപ്പിക്കണ്ട. താൻ പോയിട്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കേ. ആ, പാട്ട് പാടി കൊടുത്തിട്ട് വരാം. എടോ, പാട്ട് പാടാനല്ല പറഞ്ഞത്. ഞാൻ വേഗം പാട്ട് പാടിയിട്ട് വരുന്നു. എടോ കുമാര, എന്താ താൻ ഇതെവിടത്തേക്കാണ് പോകുന്നത്? അത് പിന്നെ പാട്ട് പാടാന്. എടോ, ഞാൻ ഈ സ്കൂളിലത്തെ പ്രിൻസിപ്പളാണ്. ഞാൻ പറയുന്നത് പോലെ താൻ കേട്ടാ മതി. എന്താ സർ? താനിപ്പോൾ തോമസിന്റെ കൂടെ പോയിട്ട് ആ നായിയെ പുറത്താക്കാൻ സഹായിക്കേ. എന്നാ പിന്നെ സാർക്ക് പോയിട്ട് സഹായിച്ചോറോ? ഞാൻ സഹായിക്കാനാ? ആ, സാർക്ക് പേടിയില്ലേ? അതുപോലെ തന്നെ എനിക്കും പേടിയാ. എനിക്ക് പേടിയൊന്നുമില്ല. തന്നോട് ആരാ പറഞ്ഞ എനിക്ക് പേടിയാണെന്ന്? ആ, എന്നാ പേടിയില്ലെങ്കിൽ സാറ് തന്നെ പോയിട്ട് പിടിച്ചോ. എനിക്ക് പറ്റില്ല. എടോ, തന്നെ ഞാൻ സ്കൂളിൽ നിന്നും പുറത്താക്കും. മര്യാദയ്ക്ക് ആ നായയെ സ്കൂളിൽ നിന്നും പുറത്താക്ക്, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്നും പുറത്താക്കും. സർ, എന്നെ പുറത്താക്കരുത് സർ, പുറത്താക്കരുത്, എന്നെ പുറത്താക്കരുത്. എടാ, താനെന്ന് എഴുന്നേൽക്ക്. എന്നെ പുറത്താക്കില്ലെന്ന് പറ സർ, എന്നാൽ ഞാൻ എഴുന്നേൽക്കാം. ഞാൻ തന്നെ പുറത്താക്കില്ല. താനെന്ന് എഴുന്നേൽക്ക്. ഞാൻ എഴുന്നേറ്റു. ഇനി ഞാൻ പോയിട്ട് കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ട് വരാം, കേട്ടോ? അല്ല, അപ്പോൾ നായിയോ? ആ, നായിക്ക് ഞാൻ പിന്നെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാം. എടാ കുമാര, താൻ രക്ഷപ്പെട്ടുല്ലേ? ഇതിന് ഞാൻ താനിക്കൊരു പണി തരുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ. അല്ലെങ്കിൽ ആ നായി എന്നെ കൊണ്ട് പിടിപ്പിച്ചേനെ. എന്തായാലും ഈ നായി ഇവിടെ നിന്ന് പോയാൽ ആ പ്രിൻസിപ്പൾ എനിക്കിട്ട് എന്തെങ്കിലും ഒരു പണി തരാണ്ടിരിക്കില്ല. അതിനു മുന്നേ ആ പ്രിൻസിപ്പളിനെ മയക്കി സോപ്പിട്ട് എടുക്കണം. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് പോകാം. എടാ തോമസ്, ഞാനൊരു സത്യം പറയാം. എന്താ സർ? എനിക്ക് ഈ നായ്ക്കളെ വല്ലാതെ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നായിന്റെ പരിസരത്തേക്കേ വരാത്തത്. അതെനിക്ക് മനസ്സിലായിന് സർ. താൻ പോയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ആ നായി ചിലപ്പോൾ കുട്ടികളെ ആക്രമിച്ചേക്കും. സുധാ, എന്താ സർ? ഇപ്പോൾ ഇന്റർവെല്ലിന്റെ സമയമാകും. അങ്ങനെ ഇന്റർവെല്ലിന്റെ സമയമായാൽ കുട്ടികളെല്ലാം പുറത്തിറങ്ങും. അത് അപകടമല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നീ പോയിട്ട് പറയണം ഇന്റർവെല്ലിന്റെ ബെല്ല് ഇപ്പോൾ അടിക്കരുതെന്ന്. ആ നായി സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ ഒറ്റ ക്ലാസ്സിലത്തെ കുട്ടികൾ പുറത്തിറങ്ങണ്ട. എന്നാൽ ഞാനത് പോയിട്ട് പറയാം. അയ്യോ മാഷേ. താനോ? മാഷേ, സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു നായ് വന്നിട്ടുണ്ട്.
അത് എങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞു തരാമടാ. അയ്യോ, ഈ തോമസ് സാർ ആയിരുന്നോ? നിങ്ങളോടാണോ ഞാൻ ഇത്ര സമയം സംസാരിച്ചത്? തോമസ് സാർ, ഇവിടെ ഒരു നായ വന്നിട്ടുണ്ട്. അതെങ്ങനെയാ വന്നതെന്ന് അറിയില്ല. അത് ഞാൻ പറഞ്ഞു തരാം. ഈ പ്രിൻസിപ്പൽ സാറോ? ഞാൻ വിചാരിച്ച തോമസ് സാർ ആണെന്ന്. ഇടക്കിടക്കിടക്കിടക്ക് എന്റെ ആളെ മാറിപ്പോന്ന്. അതെന്താ സാർ? ഓ, ഈ പിന്നെയും തോമസ് സാറാ? ഇതെന്നാ ഇടക്കിടക്കിടക്കിടക്ക് എനിക്ക് സംഭവിക്കുന്നേ? അല്ല തോമസ് സാറേ, ഇങ്ങക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാ? ഓ, അയ്യോ അയ്യോ, എന്റെ തലക്കെന്തോ പറ്റിയിരിക്കുന്ന തോന്നുന്നത്. ഈ അല്ല, സുധ ടീച്ചറാ? നിങ്ങളോടായിരുന്നോ ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്? നാരായണേട്ടാ, എന്താ സുധ ടീച്ചറെ? നിങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു? അതോ, ഇവിടെയൊന്നും ആരുമില്ലല്ലോ. ആരുമില്ല. എന്നാൽ ആരോട് പറയണ്ട സുധ ടീച്ചറെ, ഞാനൊരു കാര്യം പറയാം. ഞാനില്ലേ 2 പഴംപൊരി വാങ്ങിയിരുന്നു. എന്നിട്ട് അതില്ലേ ആരും കാണാതെ തിന്നുവാൻ വേണ്ടി ഈ സ്കൂളിന്റെ പിറകിലേക്ക് പോയതാ ഞാൻ. അയ്യോ, സുധ ടീച്ചറില്ല, ഈ കാര്യം ആരോട് പറയണ്ട കേട്ടോ. പ്രത്യേകിച്ച് ആ കഷണ്ടി തലയും പ്രിൻസിപ്പളിനോട്. നീ എന്നെ കഷണ്ടി തലയെന്ന് വിളിച്ചോ? ഓ, അയ്യോ, തലയിൽ തേങ്ങ വീണോ? ആടാ, തേങ്ങ, വലിയ കൊട്ട തേങ്ങ. പ്രിൻസിപ്പളാ? അല്ല, ക്രിസ്മസ് പൂപ്പൻ. തനിക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. താൻ കാരണം ഇപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാമോ? അത് പിന്നെ സാർ, ഒന്നും പറയണ്ട. താൻ പോയിട്ട് ആ നായി എങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് പുറത്താക്ക്. എന്തൊക്കെയെന്ന് പോയി പുറത്താക്കുവാൻ. അയാൾ ഒരു പഴംപൊരി. അല്ല സാർ, അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ആ നായയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുവാൻ പറ്റുമോ? പിന്നെ അയാൾ എന്തിനാ ഈ സ്കൂളിൽ വാച്ച്മാനായിട്ട് നിയമിച്ചത്? അയാൾ തന്നെ പുറത്താക്കട്ടെ, അല്ലെങ്കിൽ അയാളെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. തോമസ്, നീയും അയാളുടെ കൂടെ ചെല്ല്. ഇവിടെയുള്ള ഏതെങ്കിലും കുട്ടിയെ ആ നായ ആക്രമിച്ചാൽ പിന്നെ പറയണ്ടാലോ. നാട്ടുകാർ മൊത്തം നമ്മളെ പൊരിച്ചിടും. എന്നാൽ നീ അയാളുടെ കൂടെ ചെല്ല്. എന്നാൽ നീ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്. എന്തായിരുന്നു പറഞ്ഞത്? ഇപ്പോൾ ഇന്റർവെല്ലിന്റെ ടൈം ആകില്ലേ, അതിന്റെ ബെല്ലടിക്കാൻ പാടില്ല എന്ന് പോയിട്ട് പറ. ഇപ്പോൾ ബെല്ലടിച്ചാൽ കുട്ടികളെല്ലാം സ്കൂളിന്റെ പുറത്തിറങ്ങും. അപ്പോൾ മുഴുവൻ പ്രശ്നമാകും. സാർ, എന്താടോ തന്നോട് പോകാൻ പറഞ്ഞിട്ട് താൻ പോയില്ലേ? അതല്ല സാർ, ഞാൻ അവിടെ പോയി. എന്നിട്ടോ? സാർ, എനിക്ക് തോന്നുന്നത് ആ നായക്ക് പിരാന്താണെന്നാ. എന്ത്? അതെ സാർ, ഒന്നില്ലെങ്കിൽ ആ നായ പിരാന്ത നായായിരിക്കും, അല്ലെങ്കിൽ ആ നായക്ക് വളരെ വിശപ്പുണ്ട്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അത് സാർ, ആ നായ്ക്ക് പിരാന്തായിട്ടാണോ അല്ലെങ്കിൽ വിശന്നിട്ടാണോ എന്നറിയില്ല. കാണുന്ന സാധനമെല്ലാം കടിക്കുകയും തുള്ളിക്കളിക്കുകയും പെടച്ചു കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടത്. അയ്യോ, എന്നാൽ ചിലപ്പോൾ അത് പിരാന്ത നായി തന്നെയായിരിക്കും. പിരാന്ത നായി കടിച്ചാൽ അപകടമാണ്. പക്ഷേ അത് പിരാന്ത നായാണെന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ വിശന്നിട്ടാണെങ്കിലോ? അതിപ്പോൾ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക അതിന് വിശന്നിട്ടാണോ അല്ലെങ്കിൽ പിരാന്തായിട്ടാണോ ഇങ്ങനെ കളിക്കുന്നതെന്ന്? അത് മനസ്സിലാക്കുവാൻ അതിന് കുറച്ച് ഭക്ഷണം വിട്ടുകൊടുത്താൽ പോരെ? വിശന്നിട്ടാണെങ്കിൽ വിശപ്പ് മാറിയാൽ അത് നോർമലാകും. അത് ഇയാൾ പറഞ്ഞതൊരു കാര്യമാണ്. എന്നാൽ വേഗം പോയിട്ട് നായ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം വാങ്ങിയിട്ട് വരൂ. നായ്ക്ക് ഇഷ്ടം ചിക്കൻ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ചിക്കന്റെ പീസായിട്ട് വാങ്ങിയിട്ട് വാ. എന്നാൽ പിന്നെ 2 വാങ്ങാമല്ലേ? 2 എന്തിനാ? 1 മതി. 2 ഒന്നും നായി തിന്നില്ല. അതിന് 2 നായ്ക്കല്ല, 1 അണക്കാ. തന്നെ കൊണ്ട് തിന്നിപ്പിക്കറ്റില്ലിപ്പോ. താൻ പോയിട്ട് നായ്ക്ക് വല്ലതും വാങ്ങിക്കൊടുക്ക്. എന്നാൽ ഞാൻ പോയിട്ട് ആരോടും ഇന്റർവെല്ലിന്റെ ബെല്ലടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വരാം. വേഗം ചെല്ലി, ഇന്റർവെല്ലിന്റെ ടൈമായി. ഞാനിതെങ്ങനെ ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങാം? ആരോടാ എന്നെ ഒന്ന് ഇറക്കി തരുവാൻ പറയാ? ഇക്രുവും സുലൈമാനുമല്ലേ അങ്ങ് പോകുന്നത്? എടാ ഇക്രു, പോവല്ലടാ, ഇങ്ങോട്ട് നോക്ക്. അവൻ നടന്നങ്ങ് പോയല്ലോ. ഇനിയിപ്പോൾ ആരോടാ എന്നെ ഒന്ന് താഴോട്ട് ഇറക്കി തരുവാൻ പറയാ? അല്ല, ഇക്രുവും സുലൈമാനും മാഷന്മാരും ഒക്കെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നത്? ആ മാഷ കയ്യിലൊരു ബടിയുമുണ്ടല്ലോ. എന്തല്ലോ, ഇനി ചിലപ്പോൾ എന്നെ നോക്കി നടക്കുന്നതായിരിക്കുമോ? ചിലപ്പോൾ അത് തന്നെയായിരിക്കും. എന്നെ കണ്ടാൽ ബടി കൊണ്ട് അടിക്കുവാനായിരിക്കും ബടിയും കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ആരെ ബടിയുടെ അടിയും ഈ കുഞ്ഞാമി വാങ്ങില്ല. ഈ കുഞ്ഞാമി ആരാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യം ഒന്ന് താഴെ ഇറങ്ങട്ടെ, എന്നിട്ട് വേണം അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുവാൻ. അതിനെങ്ങനെയാ ആദ്യം താഴോട്ടിറങ്ങാ? കാക്കയാ? ശരിക്കും പറഞ്ഞാൽ കാക്ക പറക്കുന്ന ദൂരത്തല്ലേ ഞാനിപ്പോൾ ഉള്ളത്. ഹായ്, ഇങ്ങനെ കാക്കയൊക്കെ പറക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഏടാ കാക്കേ, ഇന്നാ എന്റെ കയ്യിൽ വന്നിരുന്നോ? ഞാനും നിന്നെ പോലെ ഇങ്ങ് മേലോട്ടാണുള്ളത്. നീ അവിടെ പോയിട്ടാണോ ഇരുന്നത്?
അവിടെയെങ്കിൽ അവിടെ മിണ്ടിയും പറഞ്ഞു മിരിക്കാൻ എനക്കൊരാളെ കിട്ടിയല്ലോ, അത് മതി. അല്ല, എന്തല്ല നിന്റെ വിശേഷോ അത് പറ. അല്ല, ഞാനെന്തിനാ ഈ കാക്കേനോട് വിശേഷമെല്ലാം ചോദിക്കുന്നത്? ഈ കാക്കക്ക് എന്നെ താഴോട്ട് ഇറക്കാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ ഈ കാക്കേനോട് ഓരോ കിന്നാരം ചോദിക്കുന്നത്? ഇതിന് ഇവിടെ നിന്നും എറിഞ്ഞു പറഞ്ഞേച്ചേക്കാം. നാശം എന്ന് പറഞ്ഞിട്ട് ചെവിക്കൊരു സൗകര്യം തരില്ല. ഇഷ്, ഇഷ്. പോട് കാക്ക പോട്. നിന്നോട് സംസാരിച്ചിരുന്നാൽ എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് നീ പോട്. അല്ല, ഇനിയിപ്പോൾ ഈ കാക്ക വേറെ കാക്കേനോട് പറഞ്ഞിട്ട് ആ കാക്കയെല്ലാം എവിടത്തേക്ക് വരുവാ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാക്കയും കൂടി എന്നെ ഇവിടുന്ന് കൊത്തി 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 താഴോട്ടിടും. അപ്പോൾ ഞാൻ താഴോട്ട് ചക്ക വീഴും പോലെ വീഴില്ലേ? എന്തോ ആ കാക്കൻ ഇവിടുന്ന് പറഞ്ഞേക്കണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും കാക്കേനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാനും മറ്റേ കാക്കേനോട് സോറി പറയാന്. ഒരു കാക്ക വരുന്നുണ്ടല്ലോ. ആ, ഈ കാക്കേനോട് മര്യാദയ്ക്ക് സംസാരിക്കാം. അപ്പോൾ വേറെ കാക്ക എന്നെ കൊത്താൻ വരുമ്പോൾ ഈ കാക്ക എന്നെ രക്ഷിക്കും. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? എടാ കാക്കക്കുട്ട, ഇങ്ങ് വരൂ. ഇന്നാ എന്റെ കയ്യിൽ വന്നിരിക്കൂ. എന്നെ ഈ കാക്കക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന തോന്നുന്നത്. അതുകൊണ്ടല്ലേ എവിടെയും പറന്നു പോകാതെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. എടാ കാക്കക്കുട്ട, വരൂ വരൂ. ആഹാ, നിന്നെ കാണുവാൻ എന്തൊരു ഭംഗിയാണ് കാക്കേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കാക്കക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം വരും. ഇങ്ങനെ ചിറക് കൊണ്ട് പറന്ന് കളിക്കുന്നത് കൊണ്ട് എനിക്കിവിടെ നല്ല കാറ്റുണ്ട്. എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കാക്ക നീ എനിക്ക് ഇങ്ങനെ കാറ്റ് തരുന്നത്? ആഹാ, നല്ല കാറ്റ്. താ ഇനിയും ഇങ്ങനെ തന്നെ താ. ഇതെന്നാ? അയ്യേ, അപ്പിയാ. കാക്കേ, നിന്നോട് താത്താന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് അപ്പിയാണോ തന്നത്? ഞാൻ നിന്നോട് കാറ്റ് താ എന്നല്ലടാ കാക്കേ പറഞ്ഞത്. നിന്നെ ഒരിക്കൽ എന്റെ കയ്യിൽ കിട്ടും, അപ്പൊ ഞാൻ നിന്നെ ശരിയാക്കുമ്പോടാ കാർത്ത കാക്കേ. ഞാൻ മീൻ മുറിക്കുമ്പോൾ നിനക്ക് എത്ര മീൻ തല തന്നക്ക്, എന്നിട്ടല്ലേ നീ എന്നോട് ഈ ചതി ചെയ്തത്? ഇനിയും ഞാൻ മീൻ മുറിക്കും. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ വീട്ടിൽ പോയിട്ട് മീൻ മുറിക്കും. എന്നിട്ട് ആ മീനിന്റെ തലയുടെ ഒരു കഷണം പോലും നിനക്ക് തരില്ലടാ കറുകർത്ത കാക്കേ. ഈ കുഞ്ഞാമി ആരാണെന്ന് നിനക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ആ വാച്ച്മാൻ നാരായണൻ ഭക്ഷണം വാങ്ങാൻ പോയിട്ട് ഇതെത്ര സമയമായി, അവനെന്താ വരാത്തത്? അത് തന്നെ ഞാനും ആലോചിച്ചത്, അയാൾ എന്താ വരാത്തത്? ഇനി അയാൾ പോയിട്ട് ആ പൈസക്ക് ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ടാകുമോ? സ്കൂളിൽ നിന്ന് പോയോ? അല്ല, നിങ്ങളെന്താ പുറത്ത്? നിങ്ങളോട് ആരാ പറഞ്ഞത് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുവാൻ? തോമസ്, നീയാണോ പറഞ്ഞത്? അതെ സർ, ഇവർ ക്ലാസ് വെറുതെ ലീവാക്കുന്നത് കൊണ്ട് ഇവർക്ക് ഞാൻ പണിഷ്മെന്റ് കൊടുത്തതാണ്, ഇങ്ങനെ പുറത്ത് നിൽക്കുവാൻ. ഓഹോ, അങ്ങനെ കാരണമില്ലാതെ ക്ലാസ് ലീവാക്കുന്നുണ്ടല്ലേ? ഇതിന് ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോട്. മാഷേ. അല്ല, നിങ്ങൾ ഇത്രയും സമയം എവിടെയാ പോയത്? തന്നോട് നായ്ക്ക് ഭക്ഷണം വാങ്ങാൻ പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങാതെ താനിത് എവിടെയാ പോയത്? ഞാൻ ഭക്ഷണം വാങ്ങിയേക്കും മാഷേ. എന്നിട്ട് എവിടെ? തന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ഭക്ഷണം ഞാൻ നേരത്തെ വാങ്ങിയിട്ടതാ ഈ നായ്ക്ക് കൊടുത്തതാ. നോക്ക്. അയ്യോ, നായി. ഒന്നുമില്ല. സൽമാനെ, പ്രിൻസിപ്പളിന് നായിനെ പേടിയാണെന്ന് തോന്നുന്നത്. അത് തന്നെ, പേടിത്തൊണ്ടൻ. എടോ, അങ്ങനെന്തിനാണ് നായിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ സാറേ, സാർക്ക് നായിനെ കാണുമ്പോൾ പേടിയാകുന്നുണ്ടോ? പേടിയാ എനക്കാ? എന്തിന്? പിന്നെ സാർ എന്തിനാ നായിനെ കണ്ടപ്പോൾ ഓടിയത്? അത് ഞാൻ ഭയങ്കര ചൂടായത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കുറച്ച് മാറി നിന്നതാ. ഭയങ്കര ചൂട്, വിയർത്തൊലിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചു. സൽമാനെ, ഒന്ന് മിണ്ടാതിരുന്നേ. എടാ, നിങ്ങളെന്തിനാ ഈ നായിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്? അങ്ങ് ഗേറ്റിന്റെ പുറത്താക്ക്. മാഷേ, ഞാൻ ഈ നായ്ക്ക് ഭക്ഷണം കൊടുത്തു. ആ സമയം തൊട്ടേ ഈ നായി എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഉണ്ടാകും. ഭക്ഷണം കൊടുത്താൽ നായ്ക്കൾ നന്ദി കാണിക്കുന്നതാണ് ഈ പിന്നാലെ നടക്കുന്നത്. പക്ഷേ ഇത് ഞാൻ എവിടെ പോയാലും എന്റെ പിന്നാലെ വരുന്നുണ്ട്. അതിനെന്താന്നാ എന്റെ പിന്നാലെ നടക്കുന്നത്? എടോ, തന്റെ പിന്നാലെ നടക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ താൻ ആ ഗേറ്റിന്റെ പുറത്ത് പോട്. അപ്പോൾ ആ നായും ഗേറ്റിന്റെ പുറത്തേക്ക് വരും. അപ്പോൾ പിന്നെ ഞാൻ പിന്നെയും ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ നായും എന്റെ കൂടെ അകത്തേക്ക് വരില്ലേ? അതിന് താൻ അകത്ത് വരണ്ട, പുറത്ത് തന്നെ നിന്നോ. അതെങ്ങനെ ശരിയാക്കും? എനിക്ക് അകത്തല്ലേ ഡ്യൂട്ടി ഉള്ളത്. അത് പണ്ട്. ഇനി താൻ പുറത്ത് തന്നെയാ. താൻ കാരണമാ ഈ നായി സ്കൂളിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഈ പണിയിൽ നിന്ന് ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നു. മാഷേ. എന്താടോ? അങ്ങനെ പറയല്ലേ മാഷേ, പ്ലീസ്.
ഇല്ല, താൻ ഇനിയും ഇവിടെ നിന്നാൽ ഇവിടെ ഇനിയും ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇല്ല മാഷേ, ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. താൻ ഒന്നും പറയണ്ട, തന്നെ ഈ പണിയിൽ നിന്ന് പുറത്താക്കി ഞാൻ പുതിയ ആളെ വെച്ചോളാം. അയ്യോ, പ്രിൻസിപ്പൾ ഒന്നും വരുന്നത് കാണുന്നില്ലല്ലോ. അവർ നായിയെ പിടിച്ചു കഴിഞ്ഞില്ലെന്നാ തോന്നുന്നത്. നായിയെ പിടിക്കാൻ എന്നോട് പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാത്തത് കൊണ്ട് ആ പ്രിൻസിപ്പളിന് എന്നോട് ദേഷ്യമുണ്ടാകും. എന്നെ ഈ സ്കൂളിൽ നിന്നും ചിലപ്പോൾ പുറത്താക്കുകയും ചെയ്യും. എന്നിട്ട് എനിക്ക് പകരം പുതിയ മ്യൂസിക്കിന്റെ മാഷെ കൊണ്ടുവരികയും ചെയ്യും. അയ്യോ, അതിപ്പോൾ എങ്ങനെയൊന്ന് തടയുക? പ്രിൻസിപ്പളിന് എന്നോടുള്ള ദേഷ്യം എങ്ങനെയൊന്ന് മാറ്റുക? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. അത് പോരാ. അതും പോരാ. ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. അതൊന്നും പോരാ. ആ, അത് മതി. എല്ലാവരും നായെ പിടിക്കുന്ന തിരക്കിലാണുള്ളത്. അതുകൊണ്ട് ഇന്റർവെല്ലിന്റെ ബെല്ലടിക്കുവാൻ മറന്നുപോയി. 5 മിനിറ്റ് മുന്നേ ഇന്റർവെല്ലിന്റെ ബെല്ലടിക്കേണ്ടതായിരുന്നു. എല്ലാവരും തിരക്കിലായതുകൊണ്ട് അത് മറന്നുപോയിട്ടാണുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ പോയിട്ട് ബെല്ലടിക്കും. എന്നിട്ട് പ്രിൻസിപ്പളുടെ മനസ്സിൽ ഉത്തരവാദിത്വമുള്ള ഒരു അധ്യാപകനാകും. അങ്ങനെ പ്രിൻസിപ്പളിന് എന്നോട് ഭയങ്കര ഇഷ്ടമാകും. ഇത് മതി എനിക്ക് പ്രിൻസിപ്പളിന്റെ മയക്കെടുക്കാൻ. ഞാൻ വേഗം പോയിട്ട് ബെല്ലടിക്കട്ടെ. താനൊന്നും പറയണ്ട, വേഗം ഗേറ്റിന്റെ പുറത്തു പോട്. അയ്യോ തോമസ് മാഷെ, നിങ്ങളൊന്ന് പറ പ്രിൻസിപ്പളിനോട്. അത് എനിക്ക് ഇതിലൊന്നും പറയാനില്ല. അപ്പോൾ മാഷെ, നിങ്ങളും പറയുന്നത് ഞാൻ ഇവിടെ നിന്നും പോകണമെന്നാണോ? ഞാനൊരു പഴംപൊരി തിന്നാൻ പോയത് ഇത്രയും വലിയ തെറ്റാണോ? അയ്യോ, ഇനി ഞാൻ എവിടത്തേക്കാ പോവുക? എനിക്ക് എവിടെയാ ഒരു ജോലി കിട്ടുക? അല്ല, നിങ്ങളിങ്ങനെ കരയാതെ. അത് തന്നെ, ഈ മാഷന്മാർക്കൊന്ന് ക്ഷമിച്ചൂടെ അയാളോട്? എടോ, അവിടെ നിന്ന് മോങ്ങാതെ താൻ ആ നായിനെ കൂട്ടിട്ടൊന്ന് പോകുമോ? മാഷെ, ഇങ്ങനെ ശിക്ഷിക്കുവാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എടോ, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. തന്റോടാണ് ഇവിടെ നിന്ന് പോകുവാൻ പറഞ്ഞത്. ഞാൻ പോകുന്ന, പക്ഷേ നിങ്ങൾക്ക് എന്റെ സഹായം വേണ്ടിവരും. ഒന്ന് പോടാ അവിടുന്ന്. തന്റെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട. എടാ തോമസേ, അതാരാണ് ബെല്ലടിച്ചത്? അറിയില്ല സാർ. ഇപ്പോൾ കുട്ടികൾ പരക്കെ ഓടുവാൻ തുടങ്ങും. എടാ, ഒന്ന് വേഗം ചെല്ലേ. കുട്ടികളോടൊന്ന് പുറത്തിറങ്ങരുതെന്ന് പറ. അയ്യോ, കുറെ കുട്ടികളെ കാണുമ്പോൾ ഈ നായി പിന്നെയും ഓടുവാൻ തുടങ്ങും. ചിലപ്പോൾ അത് കുട്ടികളെ ആക്രമിക്കുകയും ചെയ്യും. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ എന്റെ കാര്യം പോക്ക. എന്താ? ഈ നായി പോയിട്ടില്ല. അത് നീ ഇപ്പോഴാണ് കാണുന്നത്, അത് നേരത്തെ പോയിട്ടില്ലല്ലോ. അതല്ല സർ, ആ നാരായണേട്ടൻ പോയി. പക്ഷെ ആ നാരായണേട്ടന്റെ കൂടെ ഈ നായി പോയിട്ടില്ല. ഈ നാരായണൻ പോയാ? നായി പോയില്ലേ? ഇല്ല. അയ്യോ, ഇത് മുഴുവൻ പ്രശ്നമായല്ലോ. ഇനിയൊന്നാ ചെയ്യാ? സർ, നമ്മൾ വിചാരിച്ചാലൊന്നും ഈ നായിനെ ഇവിടെ നിന്നും പുറത്താക്കാൻ പറ്റില്ല. അത് തന്നെ, ഈ നായിനെ പുറത്താക്കണമെങ്കിൽ നാരായണേട്ടൻ തന്നെ വേണം. അയ്യോ, ആ നാരായണൻ പോയല്ലോ. അയാൾ പോയാ? അയാൾ പോയി. അല്ല, ഇന്റർവെൽ അടിച്ചപ്പോൾ കുട്ടികളെല്ലാം പുറത്തിറങ്ങി ഓടിയില്ലേ? ഇല്ല, ഞാനെത്തും മുന്നേ സുധ ടീച്ചർ അതൊക്കെ പറഞ്ഞ് ശരിയാക്കീനെ. സമാധാനമായി. എന്നാലും ബെല്ലടിക്കണ്ട എന്ന് പറഞ്ഞിട്ടും അതാരാ ഇന്റർവെൽ അടിച്ചത്? അതെനിക്കറിയില്ല. പ്രിൻസിപ്പൽ സാർ, ഇപ്പോൾ ഈ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ലേന്ന്? ഞാൻ ആരാണെന്ന് തന്നെ. ആരാ? ആരാണെന്നോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകനാണെന്ന്? താൻ എന്താണോ പറയുന്നത്? പ്രിൻസിപ്പൽ സർ, ഒരു സ്കൂളൊക്കെ ആയാൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതറിയാമോ? എന്ത് നിയമം? ടൈം ആയാൽ സ്കൂളിൽ ബെല്ലടിക്കണമെന്നറിയാമോ? അറിയാം. ഇപ്പോൾ ഇന്റർവെല്ലിന്റെ ടൈമാണ്, എന്നിട്ട് നിങ്ങൾ ബെല്ലടിച്ചോ എന്ന് അന്വേഷിച്ചിനോ? നീ എന്താ പറഞ്ഞു വരുന്നത്? പ്രിൻസിപ്പൽ സാറേ, ഇപ്പോൾ ഇന്റർവെല്ലിന്റെ ടൈമായിട്ട് ഒരൊറ്റ മനുഷ്യൻ പോയിട്ടും ബെല്ലടിച്ചില്ല. പക്ഷേ ഞാൻ പോയി ബെല്ലടിച്ചു. കാരണം എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഉത്തരവാദിത്തം. അപ്പോൾ താനാണോ ബെല്ലടിച്ചത്? അതെ, ആ കാര്യം ചെയ്ത ആൾ ഈ ഞാൻ തന്നെ. ആഹാ, എന്നാൽ നിന്നെ തന്നെയാടാ ഞാൻ അന്വേഷിച്ചത്. ഓ, എന്നാ ഇവിടെ പ്രശ്നം? എന്തിനാ എന്നെ അടിച്ചു തെറിപ്പിച്ചത്? നിന്നെ അടിച്ചു തെറിപ്പിക്കുകയല്ലേ വേണ്ടത്, അടിച്ചു കൊല്ലുകയാ. ഞാനൊരു നല്ല കാര്യം ചെയ്തത് ഇത്ര വലിയ തെറ്റാണോ? ഇതാണ് തന്റെ വലിയ നല്ല കാര്യം. പിന്നെ സമയമായാൽ ബെല്ലടിച്ചത് നല്ല കാര്യം തന്നെയല്ലേ? തന്റോട് സംസാരിച്ചിരിക്കുവാൻ എനിക്കിപ്പോൾ നേരമില്ല. എന്തിനാടാ നിങ്ങൾ ഇപ്പോൾ ചിരിച്ചത്? അത് ഇവിടെ ഇല്ലേ? ഇല്ല. അത് നിങ്ങളെ ഈ പ്രിൻസിപ്പൾ എന്നെ അടിച്ചപ്പോൾ എവിടെയെങ്കിലും തെറിച്ച് വീണിട്ടുണ്ടാകും. അങ്ങനെ എവിടെയെങ്കിലും വല്ല മാഷെ തെറിച്ച് വീണത്? അത് തന്നെ, കറക്റ്റ് സ്ഥലത്ത് തന്നെയാ തെറിച്ച് വീണത്. കറക്റ്റ് സ്ഥലത്താ? അതെവിടെയാ? സാർ അങ്ങോട്ട് നോക്കിയേ.
അയ്യോ എന്റെ കണ്ണട, 2000 രൂപയുടെ കണ്ണടി അത്. എടാ നായി, ആ കണ്ണട താടാ. എടാ ഇക്രു, അത് കണ്ടിട്ട് പ്രിൻസിപ്പൽ ചിരിക്കുന്നത് കണ്ടോ? ഞാൻ കണ്ടിനി. കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ നല്ല വിറ്റുണ്ട് അതിനെ കാണുവാൻ. സർ, എന്റെ 2000 രൂപയുടെ കണ്ണടിയാണത്. അതിന് ഞാനെന്ത് വേണം? ആ കണ്ണട എടുക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കേ, അല്ലെങ്കിൽ ആ നായി എന്റെ കണ്ണട പൊട്ടിച്ചു കളയും. പൊട്ടിക്കട്ടെ. ഞാൻ കുറെ കാലമായി വിചാരിക്കുന്നു തന്റെ ആ കണ്ണട വലിച്ചു പൊട്ടിക്കണമെന്ന്. സർ, ഒന്ന് പോടാ അവിടുന്ന്. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് സ്കൂളിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കണ്ണട ഇടരുതെന്ന്. എന്നിട്ട് താനത് എപ്പോഴെങ്കിലും കേട്ടിനോ? അത് പിന്നെ സാർ, ഞാൻ ഒരു ഗ്ലാമറിന് ഇട്ടതാണ്. ആ, ഇപ്പോഴും നല്ല ഗ്ലാമർ ഉണ്ട്. അതിന് ഞാൻ കണ്ണട ഇട്ടിട്ടില്ലല്ലോ. അതിന് താൻ ഗ്ലാമർ ഉള്ള കാര്യമല്ല പറഞ്ഞത്, ഈ നായി നല്ല ഗ്ലാമർ ഉണ്ടെന്നാ പറഞ്ഞത്. എടാ നായി, ആ കണ്ണട ഇങ്ങ് തരുമോ? നീ വിചാരിക്കും പോലെ അത് നിന്റെ കണ്ണടയല്ല, എന്റെ കണ്ണടയാ. നിനക്ക് കളിക്കുവാൻ നിലത്തതാ നല്ല എല്ലിന്റെ കഷ്ണം. നല്ല നായ്ക്കുട്ടനല്ലേ, ആ കണ്ണട ഇങ്ങ് തന്നേക്ക്. അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാമല്ലോ, അല്ലെങ്കിൽ അതങ്ങ് മറന്നേക്ക്. മറക്കുവാനാ? ആ, എന്റെ കണ്ണടിയാ. അല്ല, മൂക്കട. എന്തിനെ കൊണ്ട് ഇവിടെ പറയുന്നത്? അതെന്റെ കണ്ണടേനെ കൊണ്ട്. പിന്നെ താൻ ഇങ്ങനെ ഓരോ കിന്നാരെ ചോദിക്കണ? അതല്ല, എന്റെ കണ്ണട. അത്രക്ക് നിർബന്ധമാണെങ്കിൽ താൻ തന്നെ പോയിട്ട് എടുത്തോ. ആരും സഹായിക്കുന്നില്ലല്ലോ എന്റെ കണ്ണട എടുക്കുവാൻ. അങ്ങനെ ആരെ സഹായവും വേണ്ട, എനിക്ക് തന്നെ പോയി എടുക്കുന്നത് അറിയാം. ഈ കണ്ണട ഞാൻ തന്നെ ഇങ്ങെടുക്കും. പേടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. ഞാനിപ്പോൾ ഇറങ്ങിയതുപോലെ ധൈര്യത്തിൽ ഇറങ്ങണം. ഈ കണ്ണട എടുക്കുവാൻ എനിക്ക് ആരെ സഹായവും വേണ്ട. അയ്യോ, ഓടിക്കോ. ഒരു കാക്ക പോലും എന്നെ സഹായിക്കാനില്ലല്ലോ. എന്റെ അല്ലോ, ഞാൻ എങ്ങനെയാ ഈ മരത്തിൽ നിന്ന് വന്ന് താഴെ ഇറങ്ങുക? ഒറ്റ വിമാനവും പോകുന്നത് കാണുന്നില്ലല്ലോ. വല്ല വിമാനവും പോകുന്നത് കണ്ടിരുന്നുവെങ്കിൽ അതിനെ കൈകാട്ടി നിർത്തിപ്പിച്ചിട്ട് അതിൽ കയറി എനിക്ക് പോകാമായിരുന്നു. അല്ല, അപ്പോൾ ഈ വിമാനം എന്നെയും കൂട്ടിയിട്ട് അമേരിക്കയിലെ ഗൾഫിലോ മറ്റോ ആയിരിക്കില്ലേ പോവുക? അതെവിടെ എത്തിയാൽ സാരമില്ല, അവിടെ എത്തിയിട്ട് ബസ്സിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. എന്നാലും ഈ വിമാനം എന്താ ഒന്നും പോകാത്തത്? പോകുമായിരിക്കും, കാത്തു നിൽക്കാം. എടോ തോമസേ, എനിക്ക് ഇനിയും ഓടാൻ വയ്യ. അതെ, എനിക്കും വയ്യ. അല്ല, ആ നായി എവിടെ? കാണുന്നില്ല സർ. പിന്നെ അതെവിടെ പോയി? അത് വേറെ വഴിക്ക് ഓടിയിട്ടുണ്ടാകും. അയ്യോ, എടാ തോമസേ, എന്തെങ്കിലും ഒരു വഴി കാണടാ. എന്ത് ചെയ്യാനാ സാറേ, ഒരു നായി വന്നിട്ട് അതിനെ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറ്റുന്നില്ലല്ലോ. മറ്റ് അധ്യാപകരും കൂടെ സ്കൂളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അതിനെ പുറത്താക്കാമായിരുന്നു. ഇന്ന് മീറ്റിംഗ് ആയതുകൊണ്ട് അവരാരും സ്കൂളിൽ ഇല്ലാലോ. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ആ വാച്ച്മാൻ നാരായണൻ വന്നിരുന്നുവെങ്കിൽ ആ നായിയെ പുറത്താക്കാമായിരുന്നു. അതിന് അയാൾ പോയില്ലേ? അതെനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അയ്യോ, ഇക്രു പറഞ്ഞത് ശരിയാ. അത് ക്ലാസ് റൂമിൽ കയറിയാൽ മറ്റു കുട്ടികൾ അത് കണ്ട് പേടിച്ചിട്ട് ഓടുവാൻ തുടങ്ങും. അങ്ങനെ ഓടുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാകും. അയ്യോ, നീ ഇതൊന്നും പറഞ്ഞെന്നെ പേടിപ്പിക്കലടാ. ഞാൻ പേടിപ്പിച്ചതല്ല സാറേ, കാര്യം പറഞ്ഞതാ. നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്. വാ, നമുക്ക് ആദ്യം പോയിട്ട് ആ നായി എവിടെയാ ഉള്ളതെന്ന് നോക്കാം. എന്താണ് അവിടെ ഒരു ബഹളം? അയ്യോ, എടാ തോമസേ, വേഗം നടക്ക്. ആ നായി കുട്ടികളെ ശല്യം ചെയ്യുന്നുണ്ടാക്കും. അയ്യോ, വേഗം വാ, പിള്ളേരുണ്ട് നമ്മളെ വിളിച്ച കൂവുന്നേ. എന്താടാ ടോബി? എന്താടാ, ഒന്ന് തെളിച്ചു പറ. ഒരു നായി നമ്മുടെ സ്കൂളിൽ പെട്ടിട്ടുണ്ട്. ആ നായി ഇപ്പോൾ കോലിയെ കടിക്കും. കോലിയുടെ മുന്നിലാണ് നായി ഉള്ളത്. അത് കോലിനെ കടിച്ചോട്ടെ, അതിന് നിനക്കെന്താ? എന്റെ സാറേ, കോലി ഒരു കുട്ടിയാണ്. കുട്ടിയായിരുന്നോ? ഞാൻ വിചാരിച്ചു മരത്തിന്റെ വല്ല കോലായിരിക്കുമെന്ന്. അയ്യോ എടാ തോമസേ, ഒന്ന് വേഗം വാ. ആ നായി ഇപ്പോൾ ആ കുട്ടി എന്തെങ്കിലും ചെയ്യും. വേഗം വാ, നമുക്ക് പോയി നോക്കാം. എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നോക്ക്, അതാ കോലി അവിടെ. അയ്യോ എടാ തോമസേ, എന്തെങ്കിലും ചെയ്യടാ. എന്റെ അല്ലാഹ്, നോക്കി നോക്കി തളർന്ന് ഒരൊറ്റ വിമാനവും പോയിട്ടില്ല. എനിക്കൊരു സുലൈമാനിക്കുണ്ട്. ആ സുലൈമാനിക്ക് പോലും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ലല്ലോ. എന്നോട് ആർക്കും ഇഷ്ടമില്ല.
എന്തിനി ഒരു കാക്കക്ക് പോലും എന്നോട് ഇഷ്ടമില്ല. ഈ കാക്കൊക്കെ എന്ത് സുഖ, ഇങ്ങനെ പറന്നു പറന്നു പോകാൻ പറ്റുമല്ലോ. അതിന് കാക്കക്ക് മാത്രമേ പറക്കാവൂന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കും പറക്കണം. ഒരു കാക്കക്ക് പറക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് പറക്കാൻ പറ്റില്ലേ? ശരിക്കും ഞാൻ പറന്നു നോക്കേറ്റാ. ചിലപ്പോൾ ഞാൻ പറന്നാൽ അങ്ങ് പറന്നങ്ങ് അമേരിക്കയിലങ്ങെത്തും. എനിക്കും പറക്കണം. ഒറ്റ കാക്കേനെയും കാണുന്നില്ലല്ലോ. ഞാൻ പറക്കുന്നത് കാക്കൊന്ന് കാണിച്ചിട്ട് ഓവറാക്കാമായിരുന്നു. അയ്യോ മാഷേ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ആ നായി ഇപ്പോൾ ആ കോലിയെ കടിക്കുമെന്നാ തോന്നുന്നത്. അത് നടന്ന് കോലിയുടെ അടുത്ത് എത്തുവാനായി. പറന്ന് ഇപ്പോൾ എവിടെ ഒന്ന് പോവുക? ആദ്യം വീട്ടിലേക്ക് തന്നെ പോകാം. പറക്കണമെങ്കിൽ ഫസ്റ്റ് കൈ ഇങ്ങനെ വെക്കണം, എന്നിട്ട് വീശി വീശി അങ്ങ് പറക്കണം. എന്നാൽ മരമേ, ഞാൻ പോവുകയാണ് കേട്ടോ. ബൈ. റെഡി, പോ, ടു, ടി, സ്റ്റാർട്ട്. അങ്ങനെ തന്നെ പോകട്ടെ. എടാ തോമസേ, ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല. ആ നായിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ നായി എന്നെ കടിച്ചോട്ടെ, അവനെ കടിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും കൂടെ വരാം സർ. എന്നാൽ വാ. സൗണ്ട് നായിന്റെ മേത്താ ഞാൻ വീണത്. രക്ഷപ്പെട്ട്. നായി എന്നൊന്നും ചെയ്തില്ല. നിന്റെ കുഞ്ഞാമിത്ത മരത്തിൽ നിന്ന് വീണടാ. എടാ സൽമാനെ, ഒന്ന് മെല്ലെ പറ, സാറ് കേൾക്കും. എടാ ടോം സാറ് ബാക്കിൽ നിന്ന് എല്ലാം കാണുന്നുണ്ട്. നമ്മൾ സാറോട് പറഞ്ഞത് നിന്റെ ഏന്റി ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നല്ലേ? ഇപ്പോൾ സാർക്ക് മനസ്സിലായില്ലേ നിന്റെ ഏന്റി ഇവിടെ തന്നെ ഉണ്ടെന്ന്? അതന്നെ, ഇപ്പോൾ സാർ ഓരോന്ന് ചോദിക്കും. എടാ തോമസേ, എന്താ സർ? ഏതാടാ ആ സ്ത്രീ? അത് പിന്നെ ആ സ്ത്രീ നേരത്തെ ഇവിടെ വന്നത് നീ കണ്ടിനോ? അയ്യോ, കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഈ പ്രിൻസിപ്പൾ ഇവിടെ നിന്നും പുറത്താക്കുമല്ലോ. ആ പെണ്ണുങ്ങൾ ഇത്രയും സമയം സ്കൂളിൽ നിന്നും പുറത്താക്കാതെ ഇവിടെ തന്നെ വെച്ചതിന് എന്നെ എന്തായാലും സർ വഴക്ക് പറയും. അയ്യോ, ഞാനിപ്പോൾ എന്താ ഈ പ്രിൻസിപ്പളിനോട് പറയുക? എടാ തോമസേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അത് പിന്നെ സർ, അത് പിന്നെ സർ, ഞാൻ ഇപ്പോൾ തന്നെ ആ പെണ്ണുങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കാം. പുറത്താക്കാനോ? താനിത് എന്തൊക്കെയാ പറയുന്നത്? എന്താ സർ? എടോ, ആ പെണ്ണുങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ നായ ഇപ്പോൾ ആ കുട്ടിയെ കടിച്ചു കീറുമായിരുന്നു. ആ പെണ്ണുങ്ങളാണ് ആ കുട്ടിയെ രക്ഷിച്ചത്. ആ പെണ്ണുങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എത്ര ധൈര്യത്തിൽ ആ പെണ്ണുങ്ങൾ ആ മരത്തിൽ കയറിയിട്ട് നായയുടെ ദേഹത്ത് തുള്ളിയിട്ട് ആ നായിയെ ഇവിടെ നിന്ന് ഓടിച്ചത്. പെണ്ണുങ്ങന്മാർക്ക് ഇത്രയും ധൈര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നിന്റെ ഏന്റി മരത്തിൽ നിന്നും ഇടിഞ്ഞു വീണതല്ലേ? അതെ, അതൊന്നും ഈ പ്രിൻസിപ്പളിന് അറിയില്ലല്ലോ. അത്രയും ധൈര്യമൊന്നും ആ പെണ്ണുങ്ങൾക്കില്ലല്ലോ. ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത്? എടാ തോമസേ, നമുക്ക് വേഗം ചെന്നിട്ട് ആ പെണ്ണുങ്ങളോട് നന്ദി പറയാം. നന്ദി തന്നെ. നന്ദി മാത്രമല്ല, വരുന്ന പരിപാടിയിൽ ഈ പെണ്ണുങ്ങളെ ക്ഷണിക്കുകയും ചെയ്യും. എന്തിന്? വേറെ എന്തിന്, ഗസ്റ്റ് ആയിട്ട് തന്നെ. ഇത്രയും നല്ല കാര്യം ചെയ്ത ആ പെണ്ണുങ്ങളെ നമ്മൾ ആദരിക്കുമെന്ന്. ഞാൻ ആദ്യം പോയിട്ട് ആ നായി സ്കൂളിൽ നിന്ന് പുറത്തു പോയിക്കോ എന്ന് നോക്കട്ടെ, എന്നിട്ട് വന്നിട്ട് ആ പെണ്ണുങ്ങളോട് നന്ദി പറയാം. എടാ ഇക്രു, അത് നിന്റെ ഏന്റിയല്ലേ? നീയല്ലേ പറഞ്ഞത് അവരിവിടെ നിന്ന് പോയിട്ടുണ്ടെന്ന്? പിന്നെയും വന്നതാണെന്നോ? എന്തിന്? എന്ത്? അവനെ നായ പിടിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ ഏന്റി ഓടി വന്ന് അവനെ രക്ഷിച്ചതാണ്. സത്യം പറടാ, എന്നാടാ സംഭവം? ഇതിനൊക്കെ എന്തിനാ സാറേ സത്യം ഇടുന്നത്? അവൻ രക്ഷപ്പെട്ടു, അത് മതിയില്ലേ? ശരിക്കും എന്തായിരിക്കും സംഭവം? പണ്ടാരോ, ഈ സാർ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. ഭാഗ്യം നായി കണ്ടിക്കില്ലാന്ന് തോന്നുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെയും കടിച്ചങ്ങ് പോകുകയും. നായി വിചാരിച്ചിട്ടുണ്ടാവും വല്ല തേങ്ങയും വീണതായിരിക്കുമെന്ന്. താങ്ക് യു. അല്ല, തേങ്ങ. തേങ്ങയാ? തേങ്ങ തന്നെ. നായി അങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അല്ല, ഇതാരാ? ഇത് ഞാൻ തന്നെ. ഈ കാലിലുണ്ടല്ലോ, ഈ കാലുണ്ടല്ലോ എന്നാ, കയ്യുമുണ്ടല്ലോ, ഈ കയ്യുമുണ്ടല്ലോ എന്നാ, കണ്ണും മൂക്കും ബാഹ്യവും എല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? പിന്നെ എനിക്ക് അതൊക്കെ ഉണ്ടാകില്ലേ? അയ്യോ, സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മനുഷ്യൻ തന്നെയാണ്. അല്ല, മൃഗം. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കക്കൂസ് തേച്ച് തന്ന ബ്രഷ്. നിന്റെ മുടി കാണുമ്പോൾ ശരിക്കും അതുപോലെ തന്നെയുണ്ട്. നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാടാ. നീ ഇതൊന്ന് നോക്കിയേ. അയ്യോ, എന്നാ കളിക്കുന്നത്?
ഇപ്പൊ നീ ശരിക്കും ഒന്ന് നോക്കിയേ, കക്കൂസ് വെച്ച് തന്ന ബ്രഷ് പോലെ തന്നെ ആയില്ലേ? എന്റെ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് വട്ട എന്നെ ഒന്ന് താഴെ ഇറക്ക്. അയ്യോ എടാ, ബഹളം വെക്കലടാ. ഞാൻ നിന്റെ ഈ ബ്രഷ് പോലത്തെ മുടിയൊന്ന് നോക്കട്ടെ. ഞാൻ സത്യം പറയുന്നടാ, ശരിക്കും നിന്നെ കാണുമ്പോ ക്ലോസറ്റ് വെച്ചെന്ന ബ്രഷ് പോലെ തന്നെയുണ്ട്. പെണ്ണുങ്ങളെ, ഇങ്ങോട്ട് താഴെ പൊട്ടി പോകുമോ? എന്നെ ഒന്ന് താഴെ ഇറക്ക്, എനിക്ക് തല ചുറ്റുന്നേ. ഈ എടാ ഇക്രു, നിന്റെ ഏന്റി എന്നാ അവനെ ചെയ്യുന്നത്? അത് പിന്നെ അവനെ എവിടെയെങ്കിലും നായി കടിച്ചിക്കോ എന്ന് നോക്കുന്നതായിരിക്കും. ഈ അതിനിങ്ങനെയാണ് നോക്കുക? ഇങ്ങനെ തന്നെയാ നോക്കുക. അയ്യോ, ഈ ഏന്റി ഇതെന്താ കളിക്കുന്നത്? പ്രിൻസിപ്പൽ സാർ ഏന്റിയെ നല്ലതും പറഞ്ഞിട്ട് എവിടെ നിന്നും പോയത്. ഇനി തിരിച്ചു വരുമ്പോൾ ഇത് കണ്ടാൽ പിന്നെ അത് മതി പ്രിൻസിപ്പൽ സാറിന് ഏന്റി എവിടെ നിന്നും പുറത്താക്കുവാൻ. അയ്യോ, എന്നെ ഒന്ന് താഴെ ഇറക്ക് പെണ്ണുങ്ങളെ. ഞാൻ ഇറക്കാം, നീ ഇങ്ങനെ ബഹളം വെക്കല്ല. എന്താ ഇപ്പോൾ സമാധാനമായില്ലേ? എന്ത് പറ്റി? എന്റെ കഴുത്തൊക്കെ ഒടിഞ്ഞെന്നാ തോന്നുന്നത്. അങ്ങനെ തോന്നണ്ട. എന്ത് തോന്നണ്ടാന്നേ? എന്തെന്നാ? എടാ, നിന്റെ കോലം കണ്ടിട്ട് ശരിക്കും എനിക്ക് ചിരി വരുന്നു. അക്കൂസെന്ന ബ്രഷ് എഴുന്നേറ്റ് നിന്നത് പോലെയുണ്ട്. ബ്രഷ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ ശരിക്കും ഇതുപോലെ ആയിരിക്കും അല്ലേ കാണുവാൻ? ശരിക്കും എനിക്ക് വെറുപ്പ് പിടിക്കുന്നുണ്ട് കേട്ടാ. എടാ സോറിടാ, എന്നോട് ചിരിച്ചു പോയതാ. ഇനി ഞാൻ ചിരിക്കില്ല. അല്ല, എന്താ നിന്റെ പേര്? കോലി. കോല. എന്റെ കോലി എന്നല്ല ഞാൻ പറഞ്ഞത്, കോലി എന്നാ. അത് രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, ഇങ്ങളെ പേരെന്നാ? എന്റെ പേര് കുഞ്ഞാമി. അല്ല, പോത്ത് പോലെ വലുതായിക്കല്ലോ, എന്നിട്ട് ഇങ്ങക്കാണോ കുഞ്ഞാമിന്ന് പേരിട്ടത്? കുഞ്ഞാമി എന്നല്ല, കുഞ്ഞാമി എന്നാ ഞാൻ പറഞ്ഞത്. എന്തായാലും കുഞ്ഞിന്ന് ചേർത്ത് പേരിടാൻ നിങ്ങൾ എന്താ കുഞ്ഞും ബാവയാ? അതിന് കുഞ്ഞിന്ന് ചേർത്തിട്ടല്ല പേരിട്ടത്, കുഞ്ഞാന്ന് ചേർത്തിട്ടാ കുഞ്ഞാമി. അല്ല, നിങ്ങൾ കുഞ്ഞനാണോ? അല്ല, പിന്നെ നിങ്ങളെ കുഞ്ഞാമിന്ന് വിളിക്കുന്നത് തെറ്റല്ലേ? ഈ തെറ്റാ അത്? തെറ്റ് തന്നെ. നിങ്ങളെ കുഞ്ഞാമിന്നല്ല വിളിക്കണ്ടേ, ബല്യ ആമീന. എന്ത് ബല്യ ആമീന്ന്? അല്ല, ഇവരെന്നിങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വാ, നമുക്ക് അവിടെ പോയി നോക്കാം. അത് പിന്നെ എന്തെങ്കിലും ആകട്ടെ. എന്തെങ്കിലും ആകട്ടെ എന്ന്? എന്റെ പേരിന്റെ കാര്യം തന്നെ. എന്റെ പേരിന്റെ കാര്യം നീ അന്വേഷിക്കണ്ട, മനസ്സിലായാ? അതുപോലെ തന്നെ എന്റെ പേരിന്റെ കാര്യം നിങ്ങളും അന്വേഷിക്കണ്ട, മനസ്സിലായാ? എടാ, നിന്റെ കുഞ്ഞാമിത്തെയും അവനും കൂടി അടികൂടുകയാണോ? എനിക്കറിയില്ല, വാ പോയി നോക്കാം. ഏന്റി? ഇക്രുവാ? അല്ല ഏന്റി, എന്നാ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. എടാ ഇക്രു, നിനക്ക് ഈ പെണ്ണുങ്ങളെ അറിയാമോ? അത് അവന്റെ ഏന്റിയാ. ഇക്രുവിന്റെ ഏന്റിയാണെന്നാ? അതേടാ, എന്റെ ഏന്റിയാ. എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, അല്ലാതെ വേറെന്താ? പ്രശ്ന? എന്ത് പ്രശ്നോ? എന്നാ പ്രശ്നമെന്ന് നിങ്ങൾക്കറിയില്ലേ? എടാ കോലെ. കോലല്ല, കോലി. ആടാ നീർക്കോലി. എന്ത് നീർക്കോലിയാ? അല്ല, കോലി. നമ്മൾ തമ്മിലൊരു പ്രശ്നവുമില്ലല്ലോ. ആര് പറഞ്ഞില്ലാന്ന്? എടാ കോലെ, അല്ല കോലി നല്ല മോനല്ലേ, ഉണ്ടെങ്കിൽ തന്നെ ഇല്ല എന്ന് പറയണേ. അതെന്തിനാ? മെല്ലെ പറയടാ, അവർ കേൾക്കും. അതെന്തിനാ? എടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ ഈ മാഷൊക്കെ എന്നെ വഴക്ക് പറയും, അതുകൊണ്ടാ. എന്താടാ ഇങ്ങനെ ആലോചിക്കുന്നത്? ശരി, എന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിന്നെ രക്ഷപ്പെടുത്തിയെന്നോ? അതെപ്പോൾ? എന്നാ ഏന്റി ഇങ്ങനെ പറയുന്നത്? അത് ഒന്നുമില്ല. അല്ല, എന്തായിരുന്നു നിങ്ങളും കോലിയും തമ്മിലുള്ള പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. എടാ കോലി, നിന്നെ രക്ഷിച്ചത് എന്റെ ഏന്റിയാ. ഞാൻ രക്ഷിച്ചുവെന്നോ? എന്നാ ഇവരൊക്കെ പറയുന്നത്? ഇവർ വന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഏന്റി പൊളിച്ച്. ഇല്ലടാ, സത്യമായിട്ട് ഞാൻ ഒരു സാധനവും പൊളിച്ചിട്ടില്ല. അതല്ല ഏന്റി. നീ ഒന്നും പറയണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി എന്റെ തലയിലിടണ്ട നീ ഓരോന്നും. എന്റെ ഏന്റി, അതല്ല ഞാൻ പറയുന്നത്. ഏന്റി കാരണമാണ് ഈ കോലി ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഈ നീർക്കോലിനെ രക്ഷിച്ചിരിക്കുന്ന അതെപ്പോൾ? എടാ ഇക്രു, നിന്റെ ഏന്റി ഉള്ളത് കൊണ്ട് ഈ കോലി രക്ഷപ്പെട്ടു അല്ലേ? അതെ അതെ. എന്റെ അല്ലോ, എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇക്രുവിന്റെ കൂടെ തന്നെ ചോദിച്ചു നോക്കാം. എടാ ഇക്രു, നീ ഇങ്ങോട്ട് വന്നേ. എന്താ ഏന്റി? എടാ മെല്ലെ പറ. എന്താ ഏന്റി? എടാ ഇക്രു, നീ പറഞ്ഞില്ലേ ഞാൻ ആ കോലിനെ രക്ഷിച്ചിരിക്കുന്നത്? കോലല്ല ഏന്റി, കോലി.
ആ ആ നീർക്കൊലിയുടെ കാര്യം തന്നെ. പറഞ്ഞു നീ, അതിനെന്താ? അതപ്പ ഞാൻ ആ കോലിനെ രക്ഷിച്ചത്. ഓ, അപ്പോൾ ഏന്റിക്കത് അറിയില്ല. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ. എടാ പൊട്ട, ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ നീ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന? അത് ഞാൻ ആലോചിച്ചതാ ഏന്റി. ഏന്റിക്ക് ആ കോലിയെ രക്ഷിച്ചതായിട്ട് ഓർമ്മയില്ലേ? ഇല്ല, ഞാൻ ആ കോലിനൊന്നും രക്ഷിച്ചിട്ടില്ല. ഏന്റി നേരത്തെ മരത്തിൽ നിന്നും താഴെ ഇടിഞ്ഞു വീണില്ലേ? ആ. അപ്പോൾ ഏന്റി എവിടെയാ വീണത്? ഇവിടെ തന്നെ. ആ, ഇവിടെ ഓക്കെ. ഏന്റി വീഴുമ്പോൾ അവിടെ എന്തായിരുന്നുള്ളത്? അവിടെയാ, അവിടെ ഒരു നായി ഉണ്ടായിരുന്നടാ. ആ നായിന്റെ മേത്തല്ലേ ഏന്റി വീണത്? ആ, ഞാൻ അതിന്റെ ദേഹത്തിൽ വീണപ്പോൾ അത് ബോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം ഓടി. ആ നായി ആ കോലിയെ കടിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ഏന്റി ആ നായിയുടെ ദേഹത്തിൽ വീണത്. അപ്പോൾ ആ നായി അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. അപ്പോൾ കോലിയെ കടിച്ചില്ലേ നായി? ഇല്ല, കോലിയെ കടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഏന്റി ആ നായിയുടെ ദേഹത്ത് വീണു. അപ്പോൾ നായി ഓടിപ്പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ആ ഏന്റി കാരണമാണ് ആ കോലി രക്ഷപ്പെട്ടത്. ഇതൊക്കെ പ്രിൻസിപ്പൽ കാണുന്നുണ്ടായിരുന്നു. ഏന്റിയെ പ്രിൻസിപ്പലിന് ഭയങ്കര ഇഷ്ടമായി. സത്യമാണോ? ആ ഏന്റി, അടുത്ത ദിവസം ഗസ്റ്റ് ആയിട്ട് ഏന്റിയെ വിളിക്കുന്നുണ്ട്. അടുത്ത ആഗസ്റ്റിന് എന്തിനാ എന്നെ വിളിക്കുന്നത്? ആഗസ്റ്റ് 15 പായസം കുടിക്കാനായിരിക്കും അല്ലേ? ആഗസ്റ്റ് 15 വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അടുത്ത ദിവസം ഗസ്റ്റ് ആയിട്ട് ഏന്റിയെ സ്കൂളിലേക്ക് വിളിക്കുന്നുണ്ടെന്നാ. ഓ, അങ്ങനെയായിരുന്നോ? ആ, പിന്നെ വേറൊരു കാര്യം. ഈ കാര്യമൊന്നും വേറെ ആരും അറിയണ്ട കേട്ടോ. അറിഞ്ഞാലെന്താ? അറിഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ലേ ഏന്റി അവനെ രക്ഷിക്കാൻ വന്നതല്ല, ഏന്റി മരത്തിൽ നിന്ന് ഇടിഞ്ഞു വീണതാണെന്ന്. ആ, അത് മനസ്സിലാകും. ആ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ കാര്യം ആരും അറിയണ്ട എന്ന്. അല്ല, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? അത് പിന്നെ എന്താ? ഒന്നുമില്ല സർ. ഓ, രക്ഷപ്പെട്ടു. എടാ തോമസേ, ആ നായി സ്കൂളിന്റെ ഗേറ്റും കടന്ന് പുറത്തു പോയി. പുറത്തു പോയോ? ആ, അത് പുറത്തേക്ക് പേടിച്ചുകൊണ്ട് ഓടിപ്പോയി. ഓ, സമാധാനമായി. അതന്നെ, എല്ലാം ആ പെണ്ണുങ്ങൾ കാരണമല്ലേ സംഭവിച്ചത്. എടാ ഇക്രു, നിന്റെ മാഷാണോ ഈ കഷണ്ടിത്തലേൻ? അയാളെ മനസ്സിലായിട്ടില്ലേ? ഇല്ലടാ, ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല. ഇതാണ് പ്രിൻസിപ്പള്. ഇതാണോ പ്രിൻസിപ്പള്? ആ ഏന്റി. എടാ, അപ്പോൾ ഇയാളാണോ എന്നെ ഗസ്റ്റ് ആയിട്ട് ഒരു ദിവസം വിളിക്കുമെന്ന് പറഞ്ഞത്? ആ, ഈ കാണുന്ന പ്രിൻസിപ്പളാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഞാൻ ഈ പ്രിൻസിപ്പളിന്റെ മുന്നിൽ നിന്ന് ഷൈൻ ചെയ്താലോ? നിങ്ങൾ ഓവറാക്കി ചളാക്കി കുളമാക്കണ്ട. കുളമാ? എന്ത് കുളം? എറണാകുളം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന്? ഇതറിയാതെ സംഭവിച്ച ഒരു കാര്യമല്ലേ? അല്ലാതെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ കോലിയെ രക്ഷിച്ചതൊന്നുമല്ലല്ലോ. അറിയാതെയാണെങ്കിൽ എന്താ, ആ കോലി രക്ഷപ്പെട്ടില്ലേ? കോലല്ല, കോലി. എന്തായാലും എന്താ, അവൻ രക്ഷപ്പെട്ടില്ലേ? ആ, അങ്ങനെ രക്ഷപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളെ ഈ പ്രിൻസിപ്പൾ ഒരു ദിവസം ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. നിങ്ങളെ സ്വഭാവമൊന്നും ആ പ്രിൻസിപ്പളിന് അറിയില്ല. അതുകൊണ്ടാണ് അയാൾ നിങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. അതറിഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രിൻസിപ്പൽ നിങ്ങളെ ഇവിടെയല്ല, ഈ പഞ്ചായത്തിലടക്കം കടത്തില്ല. എടാ ചെറുക്ക, അധികം ഓവറാക്കില്ലേ കേട്ടാ? ഞാൻ ഓവറാക്കുന്നൊന്നുമില്ല, നിങ്ങൾ ഓവറാക്കാതിരുന്നാലും മതി. മുട്ടയെ നിങ്ങൾ വിരിഞ്ഞിക്കില്ല, അതിനു മുന്നേ അവൻ വലിയ പ്രസംഗം തുടങ്ങിക്ക്. മുട്ടയെന്ന് വിരിയാൻ എന്റെ അമ്മ എന്താ കോഴിയാ എന്നെ മുട്ടയിടാനേ? അല്ല, താറാവ്. നിങ്ങൾ വർത്താനം കേട്ടിട്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ. ഹലോ. ഹലോ. അല്ല, ഇവിടുന്നാ വിളിച്ചത്. എവിടുന്ന് വിളിച്ചാലും എനിക്കെന്താ? അതല്ല, ഞാൻ ബാക്കിലുണ്ട്. അത് മെല്ലെ നടക്കുന്നുണ്ട്. അങ്ങ് ബാക്കിലെത്തിയത്. അങ്ങ് സ്പീഡിലങ്ങ് നടക്ക്, എന്നാൽ മുന്നിലെത്തും. ഹലോ. മിണ്ടാണ്ട് നിൽക്കട ചെറുക്ക, ഫോൺ വിളിക്കുന്നത് കാണുന്നില്ല നീ? അതിന് ഫോൺ എവിടെ? ഫോണില്ല. അല്ലടാ, അപ്പോൾ ഞാൻ ഇത്രയും സമയം സംസാരിച്ചത് ആരോടാ? അതാരോടാന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ വരുന്നു. ഹലോ, പേരെന്നാ നിങ്ങളെ? എന്താ ഇവർ ഇങ്ങനെയായി പോയത്? ഹലോ, കേൾക്കുന്നില്ലേ? നിങ്ങളെ പേരെന്നാന്ന്? ആനമുട്ട. ആനമുട്ടയാ? ഇതെന്ത് പേരാ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ പേര് കേൾക്കുന്നത്. എന്നാൽ ഇനി ഫോണ് വെച്ചേക്ക്. വേറൊന്നും കൊണ്ടല്ല, എന്റെ അടുത്ത് ഫോണില്ല എന്നോട് സംസാരിക്കുവാൻ. ഹലോ. ഹലോ. ഓ, ഫോൺ വെച്ചെന്നാ തോന്നുന്നത് ഇക്രു. എന്തായാലും അവനെ കണ്ടുപിടിക്കണം. എന്തിനാണാവോ? എനിക്ക് ഫോണില്ലാണ്ട് അവൻ എന്നെ ഫോൺ വിളിച്ചില്ലേ, അതുകൊണ്ട് അവനിക്കിട്ടൊരു പണി കൊടുക്കുവാൻ തന്നെ. എന്തായാലും അവന്റെ പേര് കിട്ടിയല്ലോ, അത് മതി. ആനമുട്ട, അതാണ് അവന്റെ പേര്.
എന്നെ വിളിച്ചിട്ട് അവൻ എടങ്ങാറാക്കുന്നത് അവനിക്ക് ഈ കുഞ്ഞാമി ആരാണെന്ന് മനസ്സിലായിട്ടില്ല. എന്റെ ആന്റി. എന്താടാ ഇക്രു? എനക്ക് കുറച്ച് പറയുവാൻ സമയം തരുമോ? അതെന്റെ അടുത്ത് ഇല്ലാലോടാ. എന്ത് സമയം തന്നെ ക്ലോക്കിലുണ്ടാകും, അല്ലാണ്ട് എന്റെ അടുത്തില്ല. ഓ എന്താടാ? എനിക്ക് പിടിച്ചങ്ങ് കയറുന്നുണ്ട് കേട്ടാ. അതങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. എന്ത്? നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് പിടിച്ച് കയറുന്നുണ്ടെന്ന്? വല്ല ഉറുമ്പുമായിരിക്കും. ഉറുമ്പിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ ദേഷ്യത്തിന്റെ കാര്യ. നിങ്ങൾ ഈ കളിയൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അതിന് മാത്രം ഇപ്പോൾ എന്താണ് ഉണ്ടായത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ഇപ്പോൾ ആരാ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നാ? ആ, നിങ്ങൾ ആരും ഫോണൊന്നും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടടാ. ആനമുട്ട. ആ, അവൻ തന്നെ. ആ ആനമുട്ടയാ എന്നെ വിളിച്ചത്. അല്ല, നിനക്ക് അവനെ അറിയാമോ? ഓ, എന്നെ കൊല്ല്. ഇവരെന്താ ഇങ്ങനെയായി പോയത്? എടാ ഇക്രു, എന്താടാ? അതന്നെ, എന്താടാ പ്രശ്നം? നിങ്ങൾ മിണ്ടി പോകരുത്. എന്നാടാ? എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? അല്ല, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നവുമുണ്ടോ? ഇല്ല പ്രിൻസിപ്പൽ. എന്ത്? പ്രിൻസിപ്പൽ എന്നായിരിക്കും ഉദ്ദേശിച്ചത്? അത് തന്നെ പ്രിൻസിപ്പള്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല പ്രിൻസിപ്പളെ. അതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. എന്ത്? നീ എന്നാടാ പറയുന്നത്? ഈ ചെറുക്കൻ എന്നാ പറ്റിയത്? എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ് കാത്തത്. എടാ ഇക്രു, നിന്റെ ഏഞ്ചി ഒരു സംഭവം തന്നെയാ കേട്ടോ. അതവനിക്കറിയാ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അല്ല, നിങ്ങളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? അതിന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് കുഞ്ഞാമി. ഓഹോ, അപ്പോൾ കുഞ്ഞാമിത്ത, മറ്റന്നാൾ സ്കൂളിൽ ഒരു പരിപാടി വരുന്നുണ്ട്, നിങ്ങൾ എന്തായാലും വരണം. ആ, അത് ഞാൻ ഏറ്റു. ഞാൻ രാവിലെ തന്നെ അങ്ങ് വരുന്നുണ്ട്. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ നായിയെ ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ ഓടിച്ചല്ലോ. ഇതൊക്കെ എന്ത്? എന്തായാലും താങ്ക് യു സോ മച്ച്. ഹേയ്, അത് വേണ്ട. എന്ത്? ടാങ്ക് വേണ്ടാന്ന്. നിങ്ങളെന്നാ പറയുന്നത്? ഇടാ, നിന്റെ മാഷെന്നോട് ചോദിക്കുന്ന ടാങ്ക് വേണോ എന്ന്. ഒരു കുട്ടിയെ നായി കടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ വന്നിട്ടാണ് രക്ഷിച്ചത്. എനിക്ക് നിന്റെ മാഷ ടാങ്ക് കലക്കിയതാണ് തരുന്നത്. പോയി ആപ്പിൾ ജ്യൂസ് കൊണ്ടുവരാൻ പറ. ആപ്പിൾ ജ്യൂസാ? ടാങ്ക് കലക്കിയ വെള്ള? നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാനൊരു ആപ്പിൾ ജ്യൂസിനാ പറഞ്ഞിട്ടുള്ളൂ, നിന്റെ മാഷ ടാങ്ക് കലക്കിയ വെള്ളത്തിന് പറഞ്ഞത്. മാഷ നിങ്ങളോട് ടാങ്ക് കലക്കിയ വെള്ളം വേണോ എന്നല്ല ചോദിച്ചത്. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി, അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഇതൊക്കെ അറിയാലോ, പിന്നെ എന്തിനിങ്ങനെ മണ്ടത്തരം പറയുന്നത്? ഓടോ, എനിക്ക് അതൊക്കെ അറിയാം. പക്ഷെ ചില സമയം അതെന്നോട് മറന്നു പോകുന്നു. എവിടെയൊക്കെ അത് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്ത് നിങ്ങൾ എന്നെ പറയിപ്പിക്കല്ലേ ഏന്റി. എടാ, ഇവരുടെയൊക്കെ മുന്നിൽ നിന്ന് ഞാൻ നാണം കെട്ടല്ലോ. പിന്നെ ഇതുപോലത്തെ വർത്താനം പറഞ്ഞാൽ നാണം കെട്ടില്ലേ? എടാ, എന്തെങ്കിലും പറഞ്ഞൊന്ന് എന്നൊന്ന് രക്ഷിക്കടാ. ഞാനെന്ത് പറയാനാ? നിങ്ങൾ തന്നെയല്ലേ എല്ലാം പറയുന്നത്. എടാ, അത് ഞാൻ വിചാരിച്ച് ടാങ്ക് കലക്കിയ വെള്ളത്തിനെ കൊണ്ടാ പറയുന്നതെന്ന്. പിന്നെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് താങ്ക് യു എന്നാ പറഞ്ഞതെന്ന്. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി എന്നല്ലേ? എല്ലാം അറിയാ, എന്നിട്ടാ ഇങ്ങനെ മണ്ടത്തരം പറയുന്നത്. അത് പെട്ടെന്ന് എന്നോട് മറന്നുപോയതാ. അല്ല, ഇവരെന്താ പറഞ്ഞത്? എനിക്കങ്ങ് മനസ്സിലായില്ല. അത് പിന്നെ പ്രിൻസിപ്പളിന് മനസ്സിലായില്ലേ? അവര് പറഞ്ഞത് ടാങ്ക് കലക്കിയ വെള്ളം കൊടുക്കുവാനാ. അപ്പോൾ എനിക്ക് തോന്നിയതല്ലേ? ശരിക്കും അവർ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? എന്ത്? ടാങ്ക് കലക്കിയ വെള്ളത്തിനോ? ഈ ചെറുക്കൻ എന്നെ നാണം കെടുത്തുമെന്നാ തോന്നുന്നത്. അതെ സാർ, ടാങ്ക് കലക്കിയ വെള്ളത്തിനാ കുഞ്ഞാമിത്ത പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത്? താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി എന്നല്ലേ? അതൊക്കെ എനിക്കറിയാം. അതിപ്പോൾ ഇക്രു പറഞ്ഞു തന്നതായിരിക്കും. അതൊന്നുമല്ല, എനിക്ക് പണ്ടേ അറിയാം. പണ്ടേ അറിയാമെന്നോ? എന്തെന്ന്? നിങ്ങൾ ഓരോരു കോമഡി വായല്ലേ കുഞ്ഞാമിത്ത. സൽമാനെ, ഒന്ന് മിണ്ടാതിരിടാ. പ്രിൻസിപ്പൾ ഇവരെ പറ്റി മനസ്സിലാക്കേട്ടാ. ഇവർ വായി തുറന്നാൽ മണ്ടത്തരങ്ങളാ പറയും. എടാ സൽമാനെ, നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് കേട്ടിനാ? ഞാനൊന്നും പറയുന്നില്ല മാഷേ. ഇനി എല്ലാവരും ക്ലാസ്സിലേക്ക് പോട്. എടാ തോമസേ, നീ ഓഫീസിലേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വരാം. എന്നാലും എന്റെ കുഞ്ഞാമിത്ത, താങ്ക് യു എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ടാങ്ക് കലക്കിയ വെള്ളം എന്ന് കരുതിയല്ലോ. അത് ഫുൾ ബിറ്റായിക്ക്. ശരിക്കും നിങ്ങൾ ഇത്രയും വലിയ മണ്ടത്തിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എടാ സുലൈമാനെ,
എവിടെ കാണുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അല്ല, അവരൊരു സുലൈമാന്റെ കാര്യം പറഞ്ഞല്ലോ. അതാണ് ഈ ഞാൻ. നീ സൽമാൻ അല്ലേ? എടാ സുലൈമാനെ, നീ എന്നാടാ എന്നെ കൊണ്ട് വിചാരിച്ചത് ഞാൻ നിന്നെ പോലെ മന്ദബുദ്ധിയാണെന്നോ? നിനക്ക് എന്നെ പറ്റി മനസ്സിലാക്കിയേറ്റാ. എന്തെന്നാ നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാനുള്ളത്? നീ കേട്ടില്ല പ്രിൻസിപ്പൽ പറഞ്ഞത് ഞാൻ മറ്റന്നാളത്തെ ഇവിടുത്തെ ഗസ്റ്റ് ആണെന്ന്. അതെങ്ങനെയാ ഗസ്റ്റ് ആയത്? അതെങ്ങനെയാ ഗസ്റ്റ് ആയതെന്നോ? നിന്റെ ബാക്കിൽ ബായും പൊളിന്ന് നിൽക്കുന്ന ആ ക്ലോസറ്റ് തേക്കുന്ന ബ്രഷ് പോലത്തെ മുടിയുള്ള ചെറുക്കനില്ലേ, ആ ചെറുക്കനെ നായിയുടെ മുന്നിൽ നിന്നും സാഹസികമായി രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് എന്നെ മറ്റന്നാളെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വിളിച്ചത്. എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന്? സാഹസികമായിട്ട്. മണ്ണാങ്കട്ട, നിങ്ങൾ മരത്തിൽ നിന്നും ഇടിഞ്ഞ് ആ നായിന്റെ ദേഹത്ത് വീണതല്ലേ? എന്നിട്ട് സാഹസികമായി രക്ഷപ്പെടുത്തിക്കുന്നു പറയുന്നേ. എന്നാ ശരിക്കും സംഭവം? അയ്യോ, ഇപ്പോൾ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാകും. എടാ ഇക്രു, ഒന്നാ സുലൈമാനോട് ബായും പൂട്ടി നിൽക്കാൻ പറയടാ. എടാ സൽമാനെ, നീ ഒന്ന് മിണ്ടാതിരിക്കേ. അങ്ങനെയൊക്കെയാണ് സംഭവം, പക്ഷെ നീ അതൊന്നും എല്ലാരോടും പറയണ്ട. പറഞ്ഞില്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഓവറാക്കി കളിക്കും. ഇല്ലടാ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അല്ല സൽമാനെ, നീ എന്നാ പറഞ്ഞത് മരത്തിൽ നിന്നും ഇടിഞ്ഞു വീണതാണെന്നോ? അതെ, അവൻ വെറുതെ പറഞ്ഞതാണ് സർ. ആണോടാ സൽമാനെ? അതെ സർ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓ, രക്ഷപ്പെട്ട്. ഇപ്പോൾ വിശ്വാസമായില്ലേ എല്ലാവർക്കും? ഈ സുലൈമാൻ പറയുന്നത് പോലെയൊന്നുമല്ല, ഞാൻ സാഹസികമായി രക്ഷപ്പെടുത്തിയതാണ് ആ ചെറുക്കനെ. എങ്ങനെ? അത് പിന്നെ പറ, എങ്ങനെയാ രക്ഷപ്പെടുത്തിയത്? അത്